ഏറ്റവും കൂടുതൽ മത്സ്യങ്ങളുള്ള സമുദ്രം ഏത്? ഇന്ത്യൻ, പസഫിക്, ആർട്ടിക്, അറ്റ്ലാന്റിക്. ഉത്തരം പസഫിക്. ലോകത്തിലെ മത്സ്യബന്ധനത്തിൻ്റെ 70% പസഫിക് സമുദ്രത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏത്? കരിമീൻ, കൊഞ്ച്, അയല, പിരാന. ഉത്തരം അയല. അയല ഒരു പ്രധാന ഭക്ഷ്യമത്സ്യമാണ്. ഇത് സാധാരണയായി തെക്ക് കിഴക്കൻ ഏഷ്യൻ പാചക രീതികളിൽ ഉപയോഗിക്കുന്നു. ഇത് ഇന്ത്യയുടെ ദേശീയ മത്സ്യമാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഡോൾഫിൻ, തിമിംഗലം, കടൽക്കുതിര, സ്റ്റാർഫിഷ്. ഉത്തരം ഡോൾഫിൻ. ഗംഗാനദി ഡോൾഫിൻ അല്ലെങ്കിൽ സൂസു എന്നും അറിയപ്പെടുന്നു. ഇത് ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ്. ഇന്ത്യയിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? രാകേഷ് ഖത്രി, ജമാലാര, സാലിം അലി, നീലകണ്ഠൻ. ഉത്തരം സാലിം അലി. ഡോക്ടർ സാലിം അലി എന്നറിയപ്പെടുന്ന സാലിം മൊയ്തീൻ അബ്ദുൽ അലി ഇന്ത്യയിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രമുഖ പക്ഷിശാസ്ത്രജ്ഞനായിരുന്നു. ഏറ്റവും വലിയ കരളുള്ള ജീവി ഏത്? ആന, തിമിംഗലം, പന്നി, സ്രാവ്. ഉത്തരം സ്രാവ്. ബാസ്കിംഗ് സ്രാവ് ശരീരഭാരത്തിൻ്റെ 25% വരുന്ന അതിൻ്റെ കരൾ ഉദര അറ മുഴുവൻ നീളത്തിലുണ്ട്. കാക്ക ഉച്ചയ്ക്കും വൈകുന്നേരത്തിനുമിടയിൽ വീട്ടുമുറ്റത്തിരുന്ന് കരയുന്നത് എന്തു വരുന്നതിന് ലക്ഷണമാണ്? ധനനഷ്ടം, അതിഥി, പിതൃക്കൾ, മരണം. ഉത്തരം അതിഥി. കാക്ക ഉച്ചയ്ക്കും വൈകുന്നേരത്തിനുമിടയിൽ വീട്ടുമുറ്റത്തിരുന്ന് കരയുന്നത് വീട്ടിൽ വിരുന്നുകാർ വരുന്നതിൻ്റെ ലക്ഷണമാണെന്നാണ് പൊതുവായ വിശ്വാസം. ഗർഭസ്ഥ ശിശുവിൻ്റെ ന്യൂറൽ ട്യൂബ് വൈകല്യം തടയാൻ സഹായിക്കുന്ന നട്ട്സ് ഏത്? നിലക്കടല, വാൽനട്ട്, ബദാം, പിസ്ത. ഉത്തരം വാൽനട്ട്. ഗർഭിണികൾ വാൽനട്ട് കഴിക്കുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമാണ്. മാത്രമല്ല വാൽനട്ടിൽ മാന്യമായ അളവിൽ ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ശിശുക്കളിലെ ന്യൂറൽ ട്യൂബ് പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ പ്രദേശം ഏത്? സിക്കിം, കാർഗിൽ, ഗംഗാനഗർ, ദ്രാസ്. ഉത്തരം ദ്രാസ്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ദ്രാസാണ് ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമായി കണക്കാക്കപ്പെടുന്നത്. ദ്രാസ് ലഡാക്കിലേക്കുള്ള ഗേറ്റ്വേ എന്ന് വിളിക്കപ്പെടുന്നു. സിസേറിയൻ വഴി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പിന്നീട് കണ്ടുവരുന്ന അസുഖം? ഹൃദ്രോഗം, ആസ്മ, മഞ്ഞപ്പിത്തം, മലബന്ധം. ഉത്തരം ആസ്മ. ഷെഡ്യൂൾ ചെയ്ത് സി-സെക്ഷൻ വഴി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശ്വാസതടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ജനിച്ച് കുറച്ച് ദിവസത്തേക്ക് വേഗത്തിൽ ശ്വസിക്കാൻ കാരണമാകുന്നു. ആസ്മ പോലുള്ള ചില രോഗങ്ങൾ പിന്നീട് വികസിപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ B2, വൈറ്റമിൻ B6, വൈറ്റമിൻ B7, വൈറ്റമിൻ B12. ഉത്തരം വൈറ്റമിൻ B7. ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B7 അഥവാ വൈറ്റമിൻ എച്ച് എന്നും അറിയപ്പെടുന്നു. ബി വൈറ്റമിനുകളിൽ ഒന്നാണിത്. മനുഷ്യരിലും മറ്റ് ജീവികളിലും പ്രധാനമായും കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, അമിനോ ആസിഡുകൾ എന്നിവയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട വിപുലമായ ഉപാപചയ പ്രവൃത്തികളിൽ ഇത് ഉൾപ്പെടുന്നു.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.